ചേതൻ, ഗുഡ് മോർണിംഗ്. ഇതാ പുതിയൊരു തട്ടിപ്പ് ഇപ്പോൾ കേൾക്കുകയാണ്. സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിക്ഷേപകരെ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോയൊക്കെ ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട്. ചേതൻ, ഇതെന്താണ് ഈ തട്ടിപ്പ്? ഉന്നത ബന്ധങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണോ ഇവർ ഈ നിക്ഷേപകരെ ഭീഷണിപ്പെടുത്തുന്നത്? അതെ മനു, ഗുഡ് മോർണിംഗ്. ഈ നമുക്ക് അളക്കാൻ പറ്റാത്ത അത്ര വലിയ തുക, കോടാനുകോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നാണ് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരം. സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന സ്ഥാപനം, അത് തൃശ്ശൂർ ബേസ് ചെയ്താണ്. ഇതിൻ്റെ ഉടമസ്ഥരൊക്കെ പ്രവർത്തിക്കുന്നത് തൃശ്ശൂർ പുതുക്കാട് സ്വദേശികളാണ്. ഇവർ പാരമ്പര്യമായി ഈ സ്വർണ്ണപ്പണി ചെയ്യുന്നവരാണെന്ന് അവകാശപ്പെടുന്നു. ഇവർക്ക് കോടാനുകോടി കണക്കിന് ആസ്തിയുള്ള സ്വർണത്തിൻ്റെ നിക്ഷേപമുണ്ടെന്ന് ഇവർ അവകാശപ്പെടുന്നു. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് അവകാശപ്പെടുന്നു. ഇങ്ങനെ നിക്ഷേപരെ കബളിപ്പിച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തിയത്. പ്രധാനമായും കൺസോർഷ്യം രീതിയിലാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത്. ഇവർക്ക് സംസ്ഥാനത്ത് 9ഓളം ജ്വല്ലറികൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് 10 മെമ്പർമാരെ ഇവർ ഒരു ജ്വല്ലറിയിൽ ചേർക്കും. 10 ലക്ഷത്തിൻ്റെ 10 മെമ്പർമാർ, അങ്ങനെ 1 കോടി രൂപയ്ക്ക് ഒരു ജ്വല്ലറി തുടങ്ങി, ഒരു കൺസോർഷ്യം ലെവലിൽ ജ്വല്ലറി തുടങ്ങി. പിന്നീട് ഇവരുടെ അഡ്രസ്സൊന്നും ഉണ്ടാവില്ല. ഇവർ പിന്നെ ഇങ്ങനെ നിക്ഷേപകരെ കബളിപ്പിക്കുന്നതായാണ് ഇവരുടെ തട്ടിപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട രീതി. പ്രധാനമായും കബളിപ്പിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗം പേർ ഉള്ളത് കോഴിക്കോട്, കണ്ണൂർ, എറണാകുളം ജില്ലയിലാണ്. കൂടാതെ സംസ്ഥാനത്തിൻ്റെ പുറത്തും തമിഴ്നാട്, കർണാടക, ഉത്തർപ്രദേശ്, ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നും തട്ടിപ്പ് നടന്നതായിട്ടുള്ള പരാതികളും ഉണ്ട്. പ്രധാനമായും ഇതിൻ്റെ ഉടമകളായ രാകേഷ് രവീന്ദ്രനും സഹോദരനും ചേർന്നാണ് ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഈ രാജ്യത്തൊട്ടാകെ ഡിജിറ്റൽ ജ്വല്ലറി തുടങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞുകൂടി ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. 222 പ്രവൃത്തി ദിവസം കൊണ്ട് 1 ലക്ഷം രൂപ മാസ്റ്റർ പർച്ചേസ് ചെയ്ത ആൾക്ക് ആഴ്ചയിൽ 5 പ്രവൃത്തി ദിനങ്ങളിൽ ഓരോ ദിവസവും 900 രൂപ നൽകാമെന്ന് കാണിച്ച് അങ്ങനെ 2,16,000 രൂപ. മനു, നമ്മൾ എടുത്ത് കാണേണ്ടത്, ഇങ്ങനെ 222 പ്രവൃത്തി ദിവസം കഴിഞ്ഞാൽ പലരും ഇത് വീണ്ടും തുടർന്നു പോവുകയാണ്. ഇതൊരു ചെയിൻ പോലെ പോവുകയാണ്. പലരും നിക്ഷേപം പിൻവലിക്കാതെ തുടക്കത്തിൽ ഇവർ ആദ്യം പലിശയൊക്കെ കൃത്യമായി നൽകും, പിന്നീട് ഇത് മുടങ്ങും. അങ്ങനെ മുടങ്ങിയപ്പോൾ നിക്ഷേപ തുക തിരിച്ചു ചോദിച്ചപ്പോഴാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇവരുടെ ഭീഷണി സന്ദേശം. കേസുമായി പോയാൽ ഒരു കാരണവശാലും കിട്ടില്ല. മറ്റൊരു കാര്യം ഇവർ പറഞ്ഞത്, ഇവർ മുഖ്യമന്ത്രിയുടെ അടക്കം സമൂഹത്തിൽ ഉന്നതന്മാരുടെ അടക്കം കൂടെയുള്ള ഫോട്ടോകളും വീഡിയോകളും കാണിച്ചാണ് ഇവർ നിക്ഷേപരെ കബളിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട്, ഭരണതലത്തിലൊക്കെ ഉന്നതമായ സ്വാധീനമുണ്ടെന്ന് കാണിച്ചാണ് നിക്ഷേപകരെ കബളിപ്പിക്കുന്നത്. ഒരുപാട് പേർ പരാതിയായിട്ട് വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് 30ഓളം പോലീസ് സ്റ്റേഷനുകളിൽ 30ഓളം കേസുകൾ ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വലിയൊരു തട്ടിപ്പാണ് നടന്നത്. ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകി, DGP, DIG എന്നിവർക്കൊക്കെ, പോലീസിലെ ഉന്നതർക്കൊക്കെ പരാതി നൽകിയിട്ടുണ്ട്. എന്നിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടാവുന്നില്ല എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ഖേദകരം. ശരി, ഓക്കെ.